ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും കുക്കിംഗ് അറ്റ് മേഫ്ലവറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളും എന്നാൽ വളരെ ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. ഗോതമ്പുകൊണ്ടുള്ളൊരു ഇടിയപ്പമാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ പറയുന്ന അളവിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇത് നമുക്കറിയാം വളരെ ഹെൽത്തിയാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു റാഗി പുട്ട്, ഓട്സ് ഉപ്പുമാവ്, ഗോതമ്പ് പൊടിയുള്ള അപ്പം എൻ്റെയൊക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. കാണാത്തവരെല്ലാം കണ്ട് നോക്കുക. ഈ ഇടിയപ്പം നമുക്ക് വെജിറ്റബിൾ സ്റ്റൂ, ഏതുതരം കറി അല്ലെങ്കിൽ തേങ്ങാപ്പാല കൂട്ടി കഴിക്കാവുന്നതാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് ഗോതമ്പ് ഇടിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് പൊടിയാണ്. ഞാൻ എടുത്തിരിക്കുന്നത് 250 ml കപ്പാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ കപ്പൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഗ്ലാസ്സോ നിങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും പാത്രം ഉപയോഗിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഗോതമ്പ് പൊടി അളന്നെടുത്ത ആ പാത്രത്തിൽ തന്നെ ഇടിയപ്പത്തിനുള്ള വെള്ളവും എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ഈ പൊടി ഒന്ന് വറുത്തെടുക്കണം. ഞാനിപ്പോൾ വറുക്കാനുള്ള ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ തന്നെയാണ് പൊടി ഇട്ടത്. നമ്മൾ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം കൈ എടുക്കാതെ ഒരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് വറുത്തെടുക്കാനായിട്ട്. നമ്മൾ കൈ എടുക്കാതെ തന്നെ പൊടി നന്നായിട്ട് വറുത്ത് കൊടുക്കണം, അല്ലെങ്കിൽ പൊടിയുടെ അടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ പൊടി വറുക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിങ്ങനെ കയ്യിൽ പിടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം പൊടി നല്ല പാകത്തിന് ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം പാൻ ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇടിയപ്പം കുഴക്കാൻ ആവശ്യമായ വെള്ളം നമുക്ക് ചൂടാക്കാൻ വെക്കാം. അതിനായിട്ട് പാനിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഗോതമ്പ് പൊടി എടുത്ത അതേ കപ്പിൽ തന്നെയാണ് ഞാനിവിടെ ഒരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 കപ്പ് വെള്ളം മതി നമുക്ക് കുഴച്ചെടുക്കാനായിട്ട്. പക്ഷെ നമ്മൾ എപ്പോഴും ഇത്തിരി കൂടുതൽ വെക്കുന്നത് നല്ലതാണ്. ചില പൊടിക്ക് ചിലപ്പോൾ കൂടുതൽ വെള്ളം വേണ്ടി വരും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്തിരി ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പ് പാകത്തിനുണ്ടോന്ന്. ഉപ്പ് കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ വെജിറ്റബിൾ ഓയിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ട് ഒന്നും കൂടി വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വെള്ളം നന്നായിട്ട് തിളപ്പിക്കണം. ഇപ്പോൾ വെള്ളം ഈ കാണുന്ന പോലെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് നമുക്ക് ഈ തിളച്ച വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ച് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം കുറേശ്ശായിട്ട് പല പ്രാവശ്യമായിട്ട് ഒഴിച്ച് നന്നായിട്ട് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. വെള്ളം നല്ല ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ വെള്ളത്തിന്റെ അളവ് ഓരോ പൊടിക്കും വ്യത്യസ്തമായിരിക്കും. അപ്പം നിങ്ങൾ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇവിടെ 2 കപ്പ് വെള്ളം ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് കുഴക്കാൻ പാകമാവുന്ന സമയം വരെ നമുക്ക് കുറച്ച് സമയം വെക്കാം. പൊടിയുടെ ചൂട് കുറച്ച് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ തണുക്കുന്നതിന് മുമ്പ് തന്നെ ഇത് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. കൂടുതൽ ചൂട് തോന്നുകയാണെങ്കിൽ കയ്യിലിത്തിരി വെള്ളം മുക്കിയിട്ട് കുഴച്ചെടുത്താലും മതി. പൊടി കാണുന്ന പോലെ നല്ല പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കൈകൊണ്ട് ഇങ്ങനെയൊക്കെ തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണ്. നമ്മളിങ്ങനെ കൈ വെച്ച് കുത്തി നോക്കുമ്പോൾ തന്നെ അത് വിരലിങ്ങനെ താഴേക്ക് പോവും. സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ കുഴച്ചെടുത്തിരിക്കുന്നത്. നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഇതുപോലെ ചെറിയ ദ്വാരങ്ങളുള്ള ചില്ലാണ്. ഇത് നമുക്ക് ഈ സേവനാഴിയുടെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ബ്രഷോ കൈയോ ഉപയോഗിച്ച് കുറച്ച് എണ്ണ ഈ സേവനാഴിയുടെ അകത്തൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം. ഇനി കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് കുറച്ച് മാവ് ഇതുപോലെ കയ്യിൽ ഇങ്ങനെ നീളത്തിൽ ഉരുട്ടിയെടുക്കുക. ഇനി ഇത് നമുക്ക് സേവനാഴിയുടെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം സേവനാഴി നമുക്ക് മൂടാം. ബാക്കിയുള്ള മാവ് നമുക്ക് ചൂട് പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് മൂടി വെക്കാം. ഇനി എണ്ണ പുരട്ടിയ ഇഡ്ഡലിത്തട്ടിലേക്ക് നമുക്ക് സേവനാഴിയിൽ നിന്ന് ഇതുപോലെ നമുക്ക് മാവ് ഇങ്ങനെ കറക്കി എൻ്റെ മേലിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു തട്ടിൽ ഞാൻ ഇടിയപ്പം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ 2 പ്രാവശ്യമായിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. ഇവിടെ സ്റ്റീമറിൽ ഞാനൊരു 1/4 ഭാഗം വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ഇടിയപ്പത്തിന്റെ തട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം
സ്റ്റീമർ മൂടി ഒരു 5-6 മിനിറ്റ് ഇടിയപ്പം ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ഈ ഇടിയപ്പം റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള മാവ് കൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇനി ഉണ്ടാക്കുന്ന ഇടിയപ്പത്തിൽ നമ്മൾ തേങ്ങാപ്പീര് ചേർത്താണ് ഉണ്ടാക്കുന്നത്. അതിനായി ഇഡ്ഡലിത്തട്ടിന്റെ ഒരു കുഴിയിലേക്ക് 1 ടീസ്പൂൺ വീതം വെച്ച് തേങ്ങാപ്പീര് ഇട്ട് കൊടുക്കാം. ഇനി തേങ്ങാപ്പീരിയുടെ പുറത്തേക്ക് നമുക്ക് സേവനാഴിയിൽ നിന്ന് ഇടിയപ്പം നേരത്തെ ഉണ്ടാക്കിയതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന മെഷർമെന്റിൽ നമുക്കൊരു 13-14 ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ രണ്ടാമത്തെ സെറ്റ് ഇടിയപ്പം നമ്മളിവിടെ ഉണ്ടാക്കി കഴിഞ്ഞ്. ഇപ്പൊ നമ്മുടെ ആദ്യത്തെ സെറ്റ് ഇടിയപ്പം വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പതുക്കെ തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ ശ്രദ്ധിക്കണം, കയ്യിലേക്ക് ആവി അടിക്കാതെ നോക്കണം. ഇപ്പോൾ നമ്മുടെ ഇടിയപ്പം പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇത് തട്ട് പുറത്തേക്ക് എടുത്തിട്ട് കുറച്ച് സമയം തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ ടവലൊക്കെ പിടിച്ചിട്ട് വേണം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. ഇനി സ്റ്റീമറിന്റെ പുറത്തേക്ക് രണ്ടാമത്തെ സെറ്റ് ഇടിയപ്പവും കൂടെ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ആദ്യം കുക്ക് ചെയ്തെടുത്ത ഇടിയപ്പം കുറച്ച് ചൂടെല്ലാം കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പിടിച്ചു നോക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ഇടിയപ്പമാണ്. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സെറ്റ് ഇടിയപ്പം പാകമായി വന്നിട്ടുണ്ട്. കുറച്ച് ചൂടൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. അത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമായ നമ്മുടെ ഗോതമ്പ് ഇടിയപ്പം റെഡി ആയി കഴിഞ്ഞ് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഏതുതരം കറി കൂട്ടി ഇത് വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. വെജിറ്റബിൾ സ്റ്റൂ അല്ലെങ്കിൽ ചിക്കൻ സ്റ്റൂ, നമുക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിലും കൂട്ടി ഇത് കഴിക്കാവുന്നതാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയറും കമന്റ് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയായി നമുക്ക് കാണാം. താങ്ക് യു.